നമ്മളിതൊക്കെ തമാശയായിട്ട് കരുതരുത്. ഓരോ നാട്ടിൽ ഓരോരോ ആചാരങ്ങളാണ്. അതിൻ്റേതായ പവിത്രതയും അവർ അതിൻ്റേതായ ചിട്ടയോടുകൂടിയാണ് അവർ ചെയ്യുന്നത്. ഇതൊന്നും തമാശക്കളിയോ അങ്ങനെയൊന്നല്ലോ. എടുത്തിട്ടില്ല ഞാൻ മനഃപൂർവ്വം. ഇനി അതും പറഞ്ഞ് കളിയാക്കണ്ടല്ലോ. അതൊക്കെ ഇവരുടെ ഓരോ ചടങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള സംഭവങ്ങളാണ്. രാവിലെ വെളുപ്പിന് 4 മണിക്ക് ചെക്കനും പെണ്ണും എണീറ്റ് ആരും കാണാതെ കുളിക്കണം. രാവിലെ ഇവർ കുളിച്ച് ഇവർ വരുമ്പോൾ ഏടത്തെ അമ്മ ആ ബെഡ്ഷീറ്റ് മാറ്റി അലക്കണം. അപ്പോൾ ബെഡ്ഷീറ്റിൻ്റെ അടിയിൽ പൈസയൊക്കെ വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരു ചടങ്ങൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പുഴയെന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് വൈകുന്നേരം പുഴയിലേക്ക് വരുന്നുണ്ടെന്ന്. അപ്പോൾ എന്നാൽ പുഴയെന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് തന്ന സപ്പോർട്ടിന് എല്ലാവർക്കും ഒരുപാട് നന്ദി. കഴിഞ്ഞ വീഡിയോ എൻ്റെ 1,00,000 മുകളിലായിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. ആ വീഡിയോയുടെ ബാക്കി ഭാഗങ്ങളാണിത്. അപ്പോൾ നമ്മുടെ ചടങ്ങുകളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാനും മോളും ഓടി വന്നതാണ് നമ്മുടെ പുഴയിലേക്ക്. ഈ പുഴ കണ്ട് എന്ത് ഭംഗിയുള്ള വലിയ പുഴയാണ്, നിറയെ വെള്ളമുണ്ട്. അപ്പം മോൾ അവിടെ ഇരുന്ന് ഒരു ഫോട്ടോയൊക്കെ എടുത്തു. ഒരു പ്രായമുള്ള ഒരാൾ കുളിക്കുന്നുണ്ട്. കണ്ടോ വലിയ പുഴ. ഞാൻ നേരത്തെ പുഴേൻ്റെയൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനും മോളൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അപ്പോൾ നമ്മൾ വേഗം ഓടിപ്പോയി അവരുടെ ചടങ്ങുകൾ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നിർത്തി വെച്ചത് ഇവിടെയായിരുന്നു. അപ്പോൾ ഇവിടെ എന്താ നടക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കിച്ചടി ഞാൻ പറഞ്ഞിട്ടില്ലേ, ഓരോ നല്ല മംഗന ദിവസത്തിൽ നമ്മൾ ഉണ്ടാക്കിയില്ലേ, അതുപോലെ കിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്, ഇന്നും ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ചെക്കനും പെണ്ണും കൂടി ഇവിടെ ഈ പാത്രത്തിൽ അതാണ്. അപ്പോൾ അത് ഇല കൊണ്ടൊക്കെ മൂടി വെച്ചിട്ട് ദീപവും ഈ കിച്ചടിയൊക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ പൂർവികർക്ക് ഭക്ഷണം കൊടുക്കൂലേ, അത് ചെയ്യണം. പിതൃക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഇതൊക്കെയില്ലേ, അതുപോലെ പൂർവിക മുത്തച്ഛന്മാർക്കെല്ലാം അവരുടെയൊക്കെ അനുഗ്രഹം വാങ്ങണം ചെക്കനും പെണ്ണും. നമ്മളിതൊക്കെ തമാശയായിട്ട് കരുതരുത്. ഓരോ നാട്ടിൽ ഓരോരോ ആചാരങ്ങളാണ്. അതിൻ്റേതായ പവിത്രതയും അവർ അതിൻ്റേതായ ചിട്ടയോടുകൂടിയാണ് അവർ ചെയ്യുന്നത്. ഇതൊന്നും തമാശക്കളിയോ അങ്ങനെയൊന്നല്ലോ. അവരവർക്ക് ഓരോരോ രീതിയാണ്. നമ്മളവിടെ അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞിട്ട് വേറെ ഉള്ളിടത്തുള്ളവരുടെ നമ്മൾ കളിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല. പലരും പല കമൻറ്റുകളൊക്കെ ഇടുന്നുണ്ട്. അപ്പം ഞാൻ അതാണ് പറഞ്ഞത്. ഇതൊക്കെ അവർ കണ്ടിന്യൂ ആയിട്ട് പണ്ട് കാലം തൊട്ട് അവർ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് അവർക്ക് തമാശക്കുട്ടിക്കളിയല്ല. നമുക്കൊരു ചിരി വരുമെങ്കിലും അവർക്കത് തമാശക്കളിയല്ല. അതൊക്കെ സീരിയസ് ആയിട്ടാണ് അവരത് ചെയ്യുന്നത്. അപ്പോൾ ഇതാ വിളക്കും ഈ കിച്ചടിയും കൊണ്ട് ചെക്കനും പെണ്ണും കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഈ ചേച്ചി പറയാം വീഡിയോ എടുക്കുകയല്ല, മുന്നിലേക്ക് പൊയ്ക്കോളൂ എന്ന്. അപ്പോൾ ആ ദീപം കെടാതെ കൊണ്ടുപോയി പൂജാ റൂമിൽ വെച്ചിട്ട് അവിടെ ഇവർ രണ്ടുപേരും ഭാര്യയും ഭർത്താവും മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ട് വേണം മുകളിൽ ടെറസിൻ്റെ മുകളിൽ വെക്കണം. പിന്നെ പുറത്ത് അങ്ങ് ദൂരെ കുറച്ച് അവിടെ വെക്കണം. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളിതിനെ കളിയാക്കേണ്ട ആവശ്യമില്ല. അത് പലയിടത്തും പല രീതികളല്ലേ. നമ്മളവിടെ അതില്ല എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവർ ചെയ്യുന്നതിന് നമ്മൾ കളിയാക്കേണ്ട ആവശ്യമുണ്ടോ? എന്നിട്ട് ഓരോ ആചാരങ്ങളാണ്. അവരത് ചിട്ടയോടെ ചെയ്തു കൊണ്ടുപോകുന്നു. അവർക്ക് വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ നല്ല, ഞാൻ പറഞ്ഞില്ലേ ആ കല്യാണത്തിൻ്റെ അന്നൊക്കെ ഈ ചെക്കനും പെണ്ണും ഉപവാസം വ്രതമെടുത്തിട്ടാണ് അവർ ആ മാംഗല്യസൂത്രം ഇടുന്നത്, സിന്ദൂരം ചാർത്തുന്നത്. നമ്മൾ അവിടുത്തെ പോലെ അല്ല. അത്രയും പവിത്രമായിട്ടാണ് അവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഈ ഒരു 4 നൈറ്റിൽ തന്നെ അവർ എന്തെല്ലാം ചടങ്ങുകളാണ് അറിയോ ചെയ്യുന്നത്. അവരുടെ അച്ഛനും അമ്മയും ആ ദിവസം വ്രതം എടുത്തിട്ടുണ്ടാവും. അവർ ഭക്ഷണം ഇല്ലാതെ ഉപവാസം വ്രതം എടുത്തിട്ട് അച്ഛനും അമ്മയും ഒരു പ്രാർത്ഥനയിലാണ് മക്കൾക്ക് നല്ല ദാമ്പത്യ ജീവിതം ഉണ്ടാവണം, ആയുസ്സും ആരോഗ്യവും കൊടുക്കണം, നല്ല കുഞ്ഞുങ്ങൾ പിറക്കണം, അങ്ങനെയൊക്കെയുള്ള പ്രാർത്ഥനയോടെയാണ്. നമ്മൾ ഒരു തമാശക്കളിയല്ല മാരേജ് ലൈഫ്. ഇവിടെ അങ്ങനെയാണ്, ഇത്രയും സീരിയസ് ആയിട്ടാണ് അവർ കാണുന്നത്. അപ്പോൾ അതിൻ്റേതായ കാര്യങ്ങളും പൂജാരി വന്ന് ഓരോ മന്ത്രങ്ങൾ ചൊല്ലി, ഞാൻ പറഞ്ഞിട്ടില്ലേ 7 ജന്മങ്ങളിൽ ഒന്നിച്ച് ജീവിക്കാനുള്ള മന്ത്രങ്ങൾ വരെ അവർ ചൊല്ലുന്നുണ്ട് എന്ന്. അതൊക്കെ അവരുടെ ഒരു ഇതാണ്. അപ്പോൾ ഇവിടെ ഞാൻ അവരെ ബെഡ്റൂം കാണിക്കുമ്പോൾ കൊച്ചച്ഛൻ വന്നിട്ട് ചിരിക്കുകയാണ്. ഞാൻ മലയാളത്തിൽ സംസാരിക്കുന്നത് കണ്ടിട്ട് കൊച്ചച്ഛൻ പറയും ഒന്ന് ഒന്ന് ഞാനും കേൾക്കട്ടെ എന്ന് പറയുകയാണ്. നമ്മുടെ മലയാളം കേട്ടിട്ട് ഇവർക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അതാണ് കൊച്ചച്ഛൻ ചിരിച്ചത്. നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൊച്ചച്ഛൻ ചിരിക്കുമായിരുന്നു. അപ്പോൾ അതപ്പോൾ നമ്മുടെ പെണ്ണും ചെക്കനും അതാ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ടെറസിൻ്റെ മുകളിൽ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മുടെ അച്ഛൻ്റെ പെങ്ങളാണ്. അപ്പോൾ ആ ആൻറ്റിയും എല്ലാവരും കൂടി ടെറസിൻ്റെ മുകളിൽ പോയിട്ട് ചെക്കനും പെണ്ണും ഒന്നിച്ച് വേണം ഇതെല്ലാം ചെയ്യാൻ. പിന്നെ ഒരു ദിവസമല്ലേ അവരെല്ലാം കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഞാനത് ബാക്കിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇളയ കുഞ്ഞമ്മയുണ്ട്. അപ്പോൾ അതാ ഇവർ ചെക്കനും പെണ്ണിനെ കൊണ്ടുപോകുമ്പോൾ കണ്ടോ സാരി മറയ്ക്കുന്നത് തലയിൽ.
അപ്പോൾ ഇവർ ടെറസിൻ്റെ മുകളിൽ പോയിട്ട് ഇത് കൊടുക്കണം. ഇത് ഈ പെണ്ണിൻ്റെ കൈ കൊണ്ട് കൊടുക്കണമെന്നാണ്. ഈ പെണ്ണിൻ്റെ കൈ കൊണ്ട് നമ്മൾ പൂർവികർക്ക് ഒരു ഭക്ഷണം കൊടുക്കുന്നതാണ്. അത് ചെക്കനും പെണ്ണും അവർക്ക് അവരുടെ ആശീർവാദത്തിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്നതാണ്. ഇനി അത് ചെയ്തിട്ട് വന്നിട്ട് ചെക്കൻ ഇതാ മുരുടയിൽ വെള്ളം കൊണ്ടുവന്നിട്ട് പെണ്ണ് നമ്മൾ ഈ ഭക്ഷണം കിച്ചടി കയ്യിലെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പുറത്തേക്ക് പോകുമ്പോൾ സാരി കുറച്ചും കൂടി അങ്ങ് മറക്കുകയാണ്. കാരണം ടെറസിൻ്റെ മുകളിൽ പുറത്തുള്ള വേറെയുള്ള ആരെങ്കിലുമൊക്കെ ഇങ്ങോട്ട് നോക്കുമോ എന്ന് പറഞ്ഞിട്ട് പെണ്ണിനെ മറച്ച് കൊണ്ടുപോവുകയാണ്. ഇനി അവിടെ ചെന്നിട്ട് ഇവരിത് ചെയ്തിട്ട് പിന്നെ ഒരു ഇതും കൂടിയുണ്ട്, അതും ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ചെക്കനും പെണ്ണിനെയും ടെറസിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് അവർ രണ്ടുപേരും കൂടി ചെയ്യണം അത്. അപ്പോൾ അത് ചെക്കൻ വെള്ളം ഒഴിക്കുന്നു, പെൺകുട്ടി അവിടെ ഇല വെച്ചിട്ട് കിച്ചടിയൊക്കെ അവിടെ വെച്ചിട്ട്. ഇത് വീഡിയോ ആരോ എടുത്തത്, മോളോ ആരോ ആണേ, അത് വ്യക്തമായിട്ട് എടുത്തിട്ടുമില്ല. ഇതാ വെച്ചിട്ട് മോളാണ് വീഡിയോ എടുത്തത് കേട്ടോ, ഞാൻ അവരെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അത് അവർ ഇങ്ങനെ കാണിക്കുകയാണ്, ഇല വെച്ചിട്ട് അതെല്ലാം കൊടുക്കുന്നത്. അത് മോള് വ്യക്തമായിട്ട് എടുത്തിട്ടുമില്ല, ഞാനത് അവിടെ അവരെ കൂടെ ഞാനുണ്ട്. അപ്പോൾ അത് വ്യക്തമായിട്ട് കാണിച്ചില്ല. എന്നിട്ട് അവിടെ ഇങ്ങനെ വെച്ച് 3 പ്രാവശ്യം ഇങ്ങനെ വെള്ളം കൊണ്ട് ഇങ്ങനെ വെള്ളവും പൂവും ഇട്ടിട്ട് ചന്ദനത്തിരിയെല്ലാം കത്തിച്ച് വെച്ചിട്ട് അവിടെ നിന്ന് ഇവർ രണ്ടുപേരും കൂടി നമസ്കരിച്ചിട്ട് രണ്ടുപേരും കൂടി പോകണം. അപ്പോൾ അത് നമ്മുടെ അച്ഛൻ്റെ പെങ്ങൾ എല്ലാം പറഞ്ഞു കൊടുക്കണം, ഇത് അങ്ങനെ ചെയ്യുക, അങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുന്ന. പുതിയ പെൺകുട്ടി, കല്യാണം കഴിച്ച് വന്ന പെൺകുട്ടിയാണല്ലോ, അപ്പോൾ അവർക്ക് അത് അത്ര അറിയണമെന്നില്ലല്ലോ. അപ്പോൾ അത് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് അതെല്ലാം ചെയ്തിട്ട് അവർ രണ്ടുപേരും ഇങ്ങനെ നമസ്കരിച്ചിട്ട് അവിടുന്ന് പോകണം. അപ്പോൾ പൂർവികരുടെ ഒരു അനുഗ്രഹം അവർക്ക് രണ്ടുപേർക്കും ഉണ്ടാവും. ഇവിടെയും ചെയ്യണം. പൂജാ റൂമിൽ ആദ്യം ചെയ്തു, പിന്നെ ഇത് ഇവിടെ ചെയ്തു, ഇനി പുറത്ത് കൊണ്ടുപോയി ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോക്കട്ടെ വീഡിയോ എടുത്തിട്ടുണ്ടോയെന്ന്, അതും ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് ഇതാ നമസ്കരിക്കുകയാണ്. അവരെല്ലാം നമ്മൾ മുതിർന്നവരെല്ലാം ഉണ്ടാവും എല്ലാം പറയാൻ. അപ്പോൾ അതെല്ലാം ചെയ്തിട്ട് ഇതാ നമ്മൾ ഇനി പോകുന്നത് പുറത്തേക്കാണ്. ഇതാ പുറത്തേക്ക് കൊണ്ടുപോയിട്ട് ഇലയിട്ടിട്ട് അവിടെയും ചെയ്യണം. അപ്പോൾ അതിൻ്റെ ക്ലിപ്പ് ഇവരെടുക്കാൻ വിട്ടുപോയി. ഇനി വന്നിട്ട് ഇനിയാണ് ഒരു വലിയൊരു ചടങ്ങുള്ളത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരും ഇന്നും ഒരു ഹോമമൊക്കെ അവിടെ നടത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫാമിലിയിലുള്ള നമ്മളെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ചെക്കന് ഗിഫ്റ്റ് കൊടുക്കുന്നത് ഇന്നാണ്. അവനെ ആശീർവദിച്ചിട്ട് ഇത് ആശീർവദിക്കുന്ന, അവർക്ക് അനുഗ്രഹം കൊടുക്കുന്നതാണ്. അരിയും പൂവും ഇതൊക്കെ ഇട്ടിട്ട് പിന്നെ ഇങ്ങനെ ദീപം കൊണ്ട് ഒഴിഞ്ഞിട്ട് അവർക്ക് നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് നമ്മൾ ഇന്നാണ് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഒരു 10,000 കൊടുത്തിരുന്നു. പിന്നെ ചെക്കനും പെണ്ണിനും കൂടിയിട്ട് ചെക്കൻ്റെ തലയിൽ ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ വെക്കണം. അതെല്ലാ കണക്കും കാര്യങ്ങളും അവിടെ എഴുതി വെക്കും. എന്നിട്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ കുടുംബങ്ങളിൽ ഒരാവശ്യം വരുമ്പോൾ അവരതുപോലെ തിരിച്ചു കൊടുക്കണം. അപ്പോൾ എല്ലാവരും പെങ്ങന്മാരങ്ങനെ ചെക്കനങ്ങനെ ഒഴിയാൻ പാടില്ല ഏട്ടനെ. അതുകൊണ്ട് ഏടത്തി അമ്മമാരും ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ നാത്തൂന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ദീപം ഒഴിഞ്ഞിട്ട് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് വെക്കുകയാണ്. അപ്പോൾ ഇതെന്താണെന്ന് നമ്മുടെ ഫാമിലിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ 5 ആങ്ങളയ്ക്ക് ഒരു പെങ്ങൾ. അപ്പോൾ ഈ 6 പേരുടെ മക്കളും മരുമക്കളും ഇവർ 6 പേരുമാണ് കൊടുക്കുന്ന ഗിഫ്റ്റ്. നമ്മളെ കുടുംബങ്ങൾ മാത്രം, അത് വീട്ടിൻ്റെ ഉള്ളിൽ ഒരു സെപ്പറേറ്റ് ആയിട്ട്. ഇപ്പോൾ ഇതാ കണ്ടോ, വീട്ടിൻ്റെ ഉള്ളിൽ 4ാമത്തെ ദിവസത്തിൽ ആ ചടങ്ങിൽ നമ്മൾ കുടുംബത്തിലുള്ള എല്ലാവരും കൊടുക്കുന്ന ഗിഫ്റ്റ് അതവിടെ എല്ലാവരും ഇത് ഇളയ കുഞ്ഞും അവിടെ എഴുതി വെക്കുന്നുണ്ട്. എല്ലാവരും നല്ലൊരു എമൗണ്ട് തന്നെയാണ് കൊടുക്കുക. നമ്മുടെ അമ്മ 20,000 കൊടുത്തിരുന്നു, നമ്മൾ 10,000, ആ അനിയത്തി 5,000. അങ്ങനെ സ്വർണത്തിൻ്റെ മോതിരം, ഇളയ കുഞ്ഞമ്മ സ്വർണത്തിൻ്റെ കമ്മൽ, ചെക്കനൊരു മോതിരം, അവിടെ ഇരിക്കുന്ന നാത്തൂന് 2 വളയിട്ട് കൊടുത്തു. അങ്ങനെ നല്ല എമൗണ്ട് തന്നെ കൊടുക്കും. ഓരോരുത്തർ ഫ്രിഡ്ജ് കൊടുക്കും. അത് ഫ്രിഡ്ജൊക്കെ കൊടുക്കുന്ന പെണ്ണിൻ്റെ വീട്ടുകാരാട്ടോ, ഇവിടെയല്ല, പെൺകുട്ടികൾക്ക് കൊടുക്കുന്നതാണ് അവരെ ആൾക്കാർ. കുറച്ചധികം തന്നെ കൊടുക്കും. കാരണം അത് നമ്മൾ ഫാമിലിയിലുള്ള മെമ്പേഴ്സാണ്, അവരങ്ങനെ സഹായിക്കണം. ഒരാങ്ങളേൻ്റെ കല്യാണത്തിന് അവരെല്ലാവരും കൂടി സഹായിക്കും. ഈ പൈസ കൊണ്ട് ഒരുപാട് ചിലവ് നടന്നിട്ടുണ്ടാവുമല്ലോ. ഇതാരോ കൊടുത്ത മോതിരം, സ്വർണത്തിൻ്റെ മോതിരം ചെക്കനിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പിന്നെ ഇതെല്ലാം അവിടെ എഴുതി കണക്കിലുണ്ടാവും. അപ്പോൾ അവരതുപോലെ തിരിച്ചു കൊടുക്കണം. അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൂട്ടായ്മ. പിന്നെ ഒരാവശ്യം വരുമ്പോൾ, അപ്പോൾ വേറൊരു ആങ്ങളയുടെ കല്യാണത്തിന് ആവശ്യം വരുമ്പോൾ എല്ലാവരും കൂടി ഇതുപോലെ സഹായിക്കും. നല്ലൊരു എമൗണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു ദിവസം തന്നെ 70,000 അടുത്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ അപ്പോൾ കല്യാണത്തിന് ഒരുപാട് ചിലവുണ്ടല്ലോ. ഇവർക്ക് ഈ ഒരാഴ്ചത്തെ ഫുഡ് കൊടുക്കുന്നുണ്ട്. ഇവർക്കെല്ലാവർക്കും, നമ്മളെല്ലാവർക്കും സാരി ഗിഫ്റ്റായിട്ട് കൊടുക്കും. കുട്ടികൾക്കുള്ള ഡ്രസ്സ്, വലിയവർക്കുള്ള ഡ്രസ്സ് ഇവർ വാങ്ങണം. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. വീഡിയോ ചാക്ക് കണക്കിന് സാരികളൊക്കെ വാങ്ങി വെച്ചിരിക്കുന്നത്. പെണ്ണിൻ്റെ അവിടെ നിന്നും ഇപ്പോൾ എനിക്ക് 2 സാരി കിട്ടും. പെണ്ണിൻ്റെ അവിടെ നിന്നും തരും, ചെക്കൻ്റെ അവിടെ നിന്നും തരും. പിന്നെ അപ്പോൾ അതൊക്കെ ചിലവുകളുണ്ടല്ലോ, ഒരുപാട് ചിലവുണ്ടല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ 1000 രൂപയിൽ കുറവ് ആരും കൊടുക്കില്ല.
1000-ൻ്റെ മുകളിൽ 2000, 3000 അങ്ങനെ 5, 10. മൂത്ത ഏട്ടൻ്റെ ഫാമിലി ആയതുകൊണ്ട് നമ്മൾ കുറച്ച് കൂടുതൽ കൊടുത്തു, നമ്മുടെ ഫാമിലി. ബാക്കി എല്ലാവരും അത് നമ്മളെ വരുമാനത്തിനനുസരിച്ച് നമുക്ക് എങ്ങനെയാണ് ഇൻകമുള്ള അതിനനുസരിച്ച് കൊടുത്താൽ മതി. അല്ലാതെ ഇല്ലാത്തവർ കടം അങ്ങനെയൊന്നുമില്ല, വരുമാനത്തിനനുസരിച്ച് കൊടുക്കുക. അപ്പോൾ ആ ചടങ്ങുകളൊക്കെ അവിടെ കഴിഞ്ഞു. ഇനി ഇവിടെ വന്നിട്ട് ഇതെല്ലാം അഴിച്ചു വെച്ചിട്ട് ഇനി ഇവിടെ ചെക്കനും പെണ്ണും ഇത് അഴിച്ചു വെക്കണം. ഈ ഇവരുടെ കെട്ടില്ലേ, ഇന്നത്തെ ദിവസം ആ ഗിഫ്റ്റൊക്കെ കൊടുത്തില്ല, അത് കഴിഞ്ഞ പാടെ അവരുടെ കെട്ടഴിക്കുന്നുണ്ട്. ആ ഭാഗം എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അത് ഭയങ്കര കോമഡിയൊക്കെയാണ്. കെട്ടഴിക്കുമ്പോൾ നാത്തൂനല്ല ചെക്കൻ്റെ പെങ്ങൾ പൈസ ചോദിക്കും. അങ്ങനെയൊക്കെ ഒരു ചടങ്ങുണ്ടായിരുന്നു. പക്ഷെ അത് എടുക്കാൻ പറ്റില്ല. നല്ല കോമഡി ആയിരുന്നു അത്. എന്നിട്ട് എല്ലാവരും അനുഗ്രഹം വാങ്ങുകയാണ്. ഇപ്പോൾ അച്ഛൻ്റെ അനുഗ്രഹം ചെക്കനും പെണ്ണും കൂടി വാങ്ങുകയാണ്. ഇനി അമ്മയുടെ വാങ്ങും, ഫാമിലിയിലുള്ള എല്ലാവരുടെയും വാങ്ങും. ഇനി എല്ലാവരുടെയും ആശീർവാദം വാങ്ങുകയാണ്. കല്യാണത്തിൻ്റെ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞു പോകും. അപ്പോൾ ഇനി എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങുകയാണ്. അതാണ് അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഓരോരുത്തരെ പറ്റി ഇവർ ഈ കർമ്മത്തിലിരിക്കുമ്പോൾ ആരെയും കാല് തൊട്ട് വന്ദിക്കാൻ പാടില്ല. ഈ ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങേണ്ടത്. അപ്പോൾ അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പുറത്തു പോയിട്ട് ചെറിയ കുഞ്ഞമ്മേനെയും വലിയ കുഞ്ഞമ്മേനെയും അച്ഛൻ്റെ പെങ്ങൾ അങ്ങനെ എല്ലാവരെയും ഏടത്തി അമ്മേനെ ഇപ്പം എന്നെ ഇതാ നമസ്കരിച്ചു. അപ്പോൾ ലിപ്പി എന്തോ തമാശ പറഞ്ഞ് ചിരിക്കുകയാണ്. അത് ഇനി ഇതപ്പോൾ അച്ഛൻ്റെ പെങ്ങളെ രണ്ടുപേരും കൂടി നമസ്കരിക്കുന്നുണ്ടോ. അങ്ങനെ എല്ലാവരുടെ ആശീർവാദവും വാങ്ങിയിട്ട് നമ്മുടെ എല്ലാ ചടങ്ങിത ലാസ്റ്റ് അമ്മയുടെ അനുഗ്രഹം വാങ്ങണം. അമ്മ അനുഗ്രഹിക്കുകയാണ് ചെക്കനെയും പെണ്ണിനും. അതൊക്കെ ഇവിടെ ഉണ്ട് മക്കളെ, നമ്മുടെ നാടൊന്നും അല്ല. അപ്പോൾ ഇതാ എൻ്റെ മോളും മോനും നാത്തുവിൻ്റെ മോനും മോളും ഒക്കെ കൂടി ഒരു കുറച്ച് ചിരിയും കളിയും അതാ കൊച്ചടിക്കാനൊക്കെ പോകുന്നുണ്ട്. മോള് അവിടെ കളിക്കുകയാണ് ഇവരെ പിള്ളേരെ കൂടെ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് എടുത്തതാണ്. ഇനി അപ്പോൾ രാത്രിയൊക്കെ ആയി, ഇവരുടെ ചടങ്ങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് എല്ലാവർക്കും ഇന്നത്തെ രാത്രി ഫുഡുണ്ട്. നമ്മളെ ഫാമിലിയിലുള്ള എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ടേ പോകുള്ളൂ. അപ്പോൾ അതാ ഞാനും ലിപ്പിയും കൂടിയിട്ട് ഇനി ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് പൂവ് നമുക്ക് കിട്ടിയില്ല. അപ്പോഴത്തേക്ക് രാത്രി നല്ല മഴയായിരുന്നു. പൂ പറിച്ച് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് നമുക്ക് പൂ കിട്ടിയില്ല. ടൗണിൽ പോയി വാങ്ങാമെന്ന് വിചാരിച്ചാൽ അതും നടക്കില്ല, നല്ല ഇടിയും മഴയായിരുന്നു. അപ്പോൾ ഈ ഉള്ള പൂവൊക്കെ വെച്ച് ഞങ്ങൾ ഒരു അലങ്കാരമൊക്കെ ചെറുതായിട്ടൊന്ന് ചെയ്തു. ഇനി രാത്രിയിൽ ഒരു ദീപം കത്തിച്ചിട്ട് ചെക്കനും പെണ്ണും കൊണ്ടുവന്ന് വാതിലിൻ്റെ മറവിൽ വെക്കണം. ആ ദീപം കെടാതെ നേരം വെളുക്കുന്നവരെ കത്തിക്കൊണ്ടിരിക്കണം. പിന്നെ ലൈറ്റ് അണയ്ക്കുമ്പോൾ അതൊരു ചടങ്ങുണ്ട്. പാല് കൊണ്ടുവന്ന് ചെക്കന് കൊടുക്കുന്ന നമ്മുടെ സാധാരണ എല്ലാ ഫസ്റ്റ് നൈറ്റ് എങ്ങനെയാണോ അതുപോലത്തെ രീതികളൊക്കെ. എന്നിട്ട് നാളെ രാവിലെ വെളുപ്പിന് 4 മണിക്ക് ചെക്കനും പെണ്ണും എണീറ്റ് ആരും കാണാതെ കുളിക്കണം. ആരും കാണാതെ എണീറ്റ് കുളിച്ചിട്ട് ചെക്കൻ ശിവൻ്റെ അമ്പലത്തിൽ പോയി തൊഴുത് പ്രസാദം കൊണ്ടുവന്ന് പെണ്ണിന് കൊടുക്കണം. ഇതാരും കാണരുത്. ഈ ഒരു ചടങ്ങുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ രാത്രി ഞാൻ അവിടെ നിന്ന് താമസിച്ചായിരുന്നു. ഏടത്തിയമ്മയാണ് വിളക്കെല്ലാം കൊണ്ട് ഒരു മണ്ണിൻ്റെ ദീപം കൊണ്ടുപോയി ആ റൂമിൽ ഇവർ ചെക്കനും പെണ്ണും വെച്ചിട്ട് ഇങ്ങനെ നമസ്കരിക്കണം. ആ ചടങ്ങെല്ലാം ചെയ്യേണ്ടത് ഞാനാണ്. രാവിലെ ഇവർ വരുമ്പോൾ ഏടത്തിയമ്മ ആ ബെഡ്ഷീറ്റ് മാറ്റി അലക്കണം. അപ്പോൾ ബെഡ്ഷീറ്റിൻ്റെ അടിയിൽ പൈസയൊക്കെ വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരു ചടങ്ങൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, എടുത്തിട്ടില്ല ഞാൻ മനഃപൂർവ്വം. ഇനി അതും പറഞ്ഞ് കളിയാക്കണ്ടല്ലോ. അതൊക്കെ ഇവരുടെ ഓരോ ചടങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള സംഭവങ്ങളാണ്. പെങ്ങന്മാർ ബെഡ്ഷീറ്റ് എടുക്കാൻ വരരുത്. അത് ഏടത്തിയമ്മ രാവിലെ അവരെ ബെഡ്ഷീറ്റ് മാറ്റി അലക്കിയിടണം. അവർ കുളിച്ച് വരുമ്പോഴേക്ക് വെളുപ്പിന് 4 മണിക്ക് ഇതാരും എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുൻപിൽ അവർ എണീറ്റ് കുളിക്കണം എന്നാണ്. കുളിച്ച് ബെഡ്ഷീറ്റ് മാറ്റണം. അത് ഏടത്തിയമ്മയുടെ ജോലിയാണ്. അപ്പോൾ ആ പെൺകുട്ടിക്ക് അറിയില്ലല്ലോ, പുതുതായി വന്ന പെൺകുട്ടിയല്ല. അപ്പോൾ പെൺകുട്ടീനെ സഹായിക്കേണ്ടത് ഏടത്തിയമ്മയാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ രാത്രി ഇവിടെ നിന്നും. അപ്പോൾ നമ്മുടെ കയ്യിൽ അത്രേ പൂവുണ്ടായിട്ടുള്ളൂ. അപ്പോൾ ആ ഉള്ള പൂവ് വെച്ചിട്ട് നമ്മൾ കുറച്ചൊരു ചെറിയൊരു ഇതായി ചെയ്തു. അപ്പോൾ അത് നമ്മുടെ കല്യാണ പെണ്ണ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ആദ്യ രാത്രിയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തോടെ തീരുകയാണ്. ഇനി ബാക്കി വിശേഷങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഓക്കെ, ബൈ.